നമസ്കാരം. ഭക്തവത്സലൻ തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. തൻ്റെ ഭക്തരിലേക്ക് യഥാസമയം പല കാര്യങ്ങളും അവർ പോലും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും. അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും തിരിച്ചടികൾ ഒഴിവായി പോവുകയും പല വിധത്തിലും പ്രയാസങ്ങൾ, ചതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ചില ത്യാഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ സംസാരിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. സാഹചര്യം മനസ്സിലാക്കാതെ, നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നതാണ്. പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി, അതായത് പ്രശ്നങ്ങൾ പതുക്കെ ഒഴിവാക്കി ജീവിതത്തിലേക്ക് മുന്നേറുവാൻ, ജീവിതത്തിലേക്ക് അനുകൂലമായി നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല വിധത്തിലും നഷ്ടങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധ പുലർത്തുകയും മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങളിൽ കൂടുതലായും നിങ്ങൾ ശ്രദ്ധ പുലർത്തി പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സാധ്യത, പെട്ടെന്ന് ദേഷ്യം വരുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന സന്ദേശവും ഇവിടെ ലഭിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. പല കാര്യങ്ങളിലും തിരിച്ചടികൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യാം. ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോകാൻ. ശ്രദ്ധയോടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. നിങ്ങൾ ആരെയും ചതിക്കാത്തവർ തന്നെയാണ്. എന്നിരുന്നാലും സ്വയം തിരിച്ചടികൾ, ചതികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഘട്ടം ഘട്ടമായാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോവുക. തടസ്സങ്ങളെ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല ജോലി നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായി വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായ കാര്യങ്ങളിലേക്ക്, സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. 3 മാസങ്ങൾക്കകം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നതാണ് വാസ്തവം. മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറുവാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവർ കൈക്കലാക്കി വച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളുമുണ്ട്. അത് പലപ്പോഴും ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് വാസ്തവം. പല വസ്തുക്കളും, പല അർഹമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. നിലവിൽ കിട്ടിയതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിലൊരു മാറ്റം സംഭവിച്ചു എന്ന് വരാം. പ്രധാനമായും നിങ്ങൾക്ക് അർഹമായ ചില കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഈ സമയം വർദ്ധിച്ചിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന ചിന്തകൾ
മാറാവുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം ചില സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ സുഹൃത്ത്, നിലവിലുള്ള സുഹൃത്ത്, ബന്ധുമിത്രാദികൾ ഇപ്രകാരം ആരുമാകാം. അത്തരത്തിൽ ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾ വിചാരിക്കാത്തതായ പലവിധ സഹായവും പലരിൽ നിന്നും ലഭിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ ആരാധിക്കുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. മനസ്സിലെ വിഷമതകൾ ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പല വിഷമങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരമൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ ആലോചിച്ച് പല കാര്യങ്ങളിലും ദുഃഖങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ച് കാട് കയറുവാനുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് പല കാര്യങ്ങളും സാധിക്കണം എന്നില്ല, അല്ലെങ്കിൽ അനുകൂലമാകണം എന്നില്ല. ക്രമേണയായിരിക്കും ആ കാര്യങ്ങൾ അനുകൂലമായി തീരുക. കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും ചില ദുഃഖങ്ങൾ ഒഴിവാക്കുവാനും പരിഹരിക്കുവാനുള്ള വഴികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. ഒന്നുകിൽ അത്തരം അവസരങ്ങൾ തുറന്നു കിട്ടുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ ഒരു ജീവിതം ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് ഇത്തരം ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന ആഗ്രഹം ഒരു പരിധിവരെയെങ്കിലും വിജയിക്കും എന്നതാണ് വാസ്തവം. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാവില്ല എങ്കിൽ പോലും അല്പം കാത്തിരിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വിശ്വാസമാണ് ഈ സമയം പ്രധാനപ്പെട്ടത്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ ലഭിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടതായ സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. ചില ത്യാഗങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരാം. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും മറ്റുള്ളവർ വളരെയധികം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും തിരിച്ചടികൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ദേഷ്യം ഒഴിവാക്കുവാനും സാധിക്കും. നിങ്ങൾ ആരെയും ചതിക്കാത്തവർ ആയിരുന്നാൽ പോലും സ്വയം തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും ചതികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അത് തന്നെയാണ് നിങ്ങളിലുള്ള ആശ്വാസം എന്നതാണ് വാസ്തവം. പല അവസരങ്ങളിലും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ വീണ്ടും രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതായ ആ കാര്യങ്ങൾ അത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ച പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായും അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നതിനാലുമാണ് എന്ന കാര്യവും ഓർക്കുക.